ശ്രീ ജയചന്ദ്രൻ, നിരവധി ഉദാഹരണങ്ങളിലൂടെ കോൺഗ്രസും മുസ്ലിം ലീഗും എത്രമാത്രം അപകടകരമായൊരു വർഗീയതയുടെ രാഷ്ട്രീയ കളി നടത്തുന്നു എന്ന് കേവലം പറഞ്ഞു പോവുകയില്ല. എത്ര ഉദാഹരണങ്ങളാണ്, ഒന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ അപ്പോഴും മറു ക്യാമ്പിനെ നോക്കി, കേരളത്തിലെ ഇടതുപക്ഷത്തെ നോക്കി അവർ വർഗീയതയുടെ കാർഡ് കളിക്കുന്നു എന്ന് ആക്ഷേപിക്കാൻ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധരാണ്, മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറയാനും, മതേതരത്വം പറയുന്ന നേതാവാണ് ഇപ്പുറത്ത് വി ഡി സതീശനും അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ എന്നൊരു വലിയ ആഖ്യാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തലം, ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. പക്ഷേ വസ്തുതകൾ തീർത്തും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ വശം. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരമൊരു, എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, ഒരു ശക്തമായ പ്രിവിലേജ്, അത് മാധ്യമരംഗം നോക്കിയാലും ഒക്കെ അടക്കം ഈ കൂട്ടർക്ക് കേരളത്തിൽ ലഭിക്കുന്നില്ലേ? ഇടതുവിരുദ്ധത എന്നത് തന്നെയല്ലേ ആ പ്രിവിലേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം? അതിൽ സംശയമില്ല. ഞാനൊരു കണക്കിൽ നിന്ന് തുടങ്ങാം ശരത്തെ. ആ കണക്കിത്രേ ഉള്ളൂ. പിന്നെ ഗഹനമായ കാര്യങ്ങളൊന്നും ലളിതമായ നമുക്ക് എളുപ്പം മനസ്സിലാവുന്നൊരു കണക്കാണ്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്, മലപ്പുറം ജില്ല, ആ ജില്ലയിൽ അവിടുത്തെ കോൺഗ്രസിൻ്റെ ആകെ ജനപ്രതിനിധികൾ 666 ആകെ ജനപ്രതിനിധികൾ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിൻ്റേത് 666. അതിൽ മുസ്ലിങ്ങളല്ലാത്ത ജനപ്രതിനിധികൾ, അതായത് അമുസ്ലിങ്ങൾ എന്ന് പറയാവുന്നത് 319 പേരാണ്. ഈ 666-ൽ അമുസ്ലിങ്ങൾ 319 പേരാണ്. അതേ മലപ്പുറത്ത് മുസ്ലിം ലീഗിനുള്ള ജനപ്രതിനിധികൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ ഇത്തവണ ജയിച്ചു വന്നത് 1456 മലപ്പുറം ജില്ലയിൽ. അതിലെത്രയാണ് അമുസ്ലിങ്ങൾ? 153. റജിത് കേൾക്കണം കേട്ടോ, 153 മലപ്പുറം ജില്ലയിലെ അമുസ്ലിങ്ങളുടെ എണ്ണം. മുസ്ലിം ലീഗിൽ അവർക്ക് മുസ്ലിം ലീഗ് മാത്രമായിട്ട് നോക്കിയാൽ ആകെ ജനപ്രതിനിധികൾ 1456, അതിൽ അമുസ്ലിങ്ങൾ 153. എങ്ങനെയാണ് ഈ 153 വന്നത് എന്നതും കൂടെ ഒന്ന് പരിശോധനാ വിഷയമാക്കിയാൽ അതിലേറെ വിചിത്രമായ മറ്റൊരു റീസണിങ് നമുക്ക് കിട്ടും അതിൽ നിന്ന്. ഈ 153 പേരെന്ന് പറയുന്നത് SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതാ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ചവർ. എന്താണ് അതിൻ്റെ അർത്ഥം? പച്ചയ്ക്ക് പറയാം റജി, അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ സീറ്റ് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ജനറലാവും, അല്ലെങ്കിൽ വനിതയാവും, അങ്ങനെ ആവുമല്ലോ. അപ്പോൾ ഇത് മറ്റെവിടെയും പോകരുത്, കൈ തന്നെ ഇരിക്കണം. ആരുടെ? ലീഗിൻ്റെ. അതാണ് താല്പര്യം, നിക്ഷിപ്ത താല്പര്യം അതാണ്. ഇത് പച്ചയ്ക്ക് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്താണ് മുമ്പേ റജി പറഞ്ഞൊരു പേരുണ്ടല്ലോ സ്ഥലത്തെ, കലർപ്പില്ലാത്ത മതേതരത്വം. അത് ഈ താങ്കളത് മനസ്സിലെങ്കിലും ചരിത്രം നമ്മൾ സൃഷ്ടിക്കുന്നതല്ലല്ലോ. കോൺഗ്രസിൻ്റെ സമീപകാലത്തെ വലിയൊരു അധപ്പതനത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ചു തുടങ്ങിയത് മൗനി ബാബ എന്ന് കുപ്രസിദ്ധി നേടിയ നരസിംഹറാവു ആണ്. ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീഴുന്നതിന് എല്ലാ മൗനാനുവാദവും കൊടുത്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ആ പേര് തന്നെ വീണ് കിട്ടുന്നത്. എന്നിട്ടാണ് താങ്കൾ പറയുന്നത്, എന്തു പറയുന്നു? കലർപ്പില്ലാത്ത മതേതരത്വം. എത്ര ഈ മഹത്തരമായ ഒരു വക്രീകരണം, ഈ ഒരു മഹത്തരമായ ഒരു പദത്തിനെ എങ്ങനെ വക്രീകരിക്കാനാണ് കോൺഗ്രസ്സുകാർ നോക്കുന്നതെന്ന് ഇതിനേക്കാളും വലിയ ഉദാഹരണം ചേർത്ത് വെക്കേണ്ടതില്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും എളുപ്പം മനസ്സിലാകുന്ന കാര്യം എന്നുള്ള നിലയ്ക്ക് ബാബറി മസ്ജിദിൻ്റെ കാര്യം മാത്രം എടുത്തു പറഞ്ഞത്. സാറത്തെ അത് ഇതൊരു കാര്യം. മറ്റൊരു കാര്യമുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരെലക്ഷനിൽ സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അവരുടെ അജണ്ട സെറ്റ് ചെയ്തത് എന്ന് കാണാൻ കഴിയുന്ന 2 പ്രധാനപ്പെട്ട ഇടങ്ങളായിരുന്നു കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും മലപ്പുറം ജില്ലാ പഞ്ചായത്തും. അതിൻ്റെ എണ്ണവും കണക്കുമൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഏതാണ്ട് ഹൃദയസ്ഥമാണെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ അത് ഈ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. ഏതാണ്ട് അതിനൊപ്പം തന്നെ വരും മുസ്ലിം ജനസംഖ്യയെങ്കിലും ഭൂരിപക്ഷം നോക്കുമ്പോൾ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. അതേസമയം മലപ്പുറം ജില്ലയെന്ന് പറഞ്ഞാൽ വലിയ തോതിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലയാണ്.
അവിടെ പിന്നെ ഈ ന്യൂനപക്ഷ വർഗീയത എങ്ങനെയാണ് അവിടെ അജണ്ട സെറ്റ് ചെയ്തത്, എങ്ങനെയാണ് അവർ അധികാരത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെ അപ്പുറത്ത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ പിന്നെ 12 പേരാണ് BJPയുടെ വിജയിച്ച് കയറിയത്. എങ്ങനെയാണ് ആ ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിൽ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അവർ ജയിച്ചു വന്നത്? അത് കാണണ്ടേ? അത് പിന്നെ അവിടെ മാത്രമായിട്ടാണോ നിൽക്കുന്നത്? അതൊരു ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതെടുത്ത് പറയണമെന്ന്. അതാണ് ഒരു മതേതര സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണല്ലോ ഇവിടെ കേരളത്തിൽ എല്ലാവരും ഉള്ളത്. പിന്നെ റജി ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ തന്നെ. പക്ഷേ അത്തരം കക്ഷികൾ ചെയ്യുന്ന പണി ഇത്തരത്തിലുള്ളതാവുമ്പോൾ അത് BJP ഓറിയൻറ്റഡ് ആണെങ്കിലും കോൺഗ്രസ് ലീഗ് ഓറിയൻറ്റഡ് ആണെങ്കിലും അത് പറഞ്ഞു തന്നെ പോകണം റജി. അതാണ് അതിൻ്റെ വസ്തുത. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം CPIMന് ചാർത്തി കൊടുത്തൊരു ഒരു 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 മുദ്രയുണ്ടല്ലോ. എന്താണ്? പിന്നെ ലെഫ്റ്റ് ഹിന്ദുത്വ, ഇടത് ഹിന്ദുത്വ എന്നാണല്ലോ നിങ്ങളടക്കം ചാർത്തി കൊടുത്ത ഒരു മുദ്ര. എന്തെങ്കിലും വസ്തുതയുണ്ടോ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ? അത് ആരാണ് ഉയർത്തിക്കൊണ്ട് വന്നത്? ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയാണ് ആ ടെർമിനോളജി കൊണ്ടുവരുന്നത്. കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഇടത് ഹിന്ദുത്വ എന്നുള്ള ടെർമിനോളജി കൊണ്ടുവരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാൻഡിലുകളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തിങ്ക് ടാങ്കുകളുമാണ്. അത് ഏറ്റുപിടിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. സ്വാഭാവികമായും എന്താണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ ഇലക്ഷൻ കാലത്ത് വിശേഷിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിശിതമായി തന്നെ വിമർശിക്കപ്പെടുമെന്നേ. ഇന്നല്ല നാളെയും നിസ്സംശയം പറയാം, വിമർശിക്കപ്പെടുക തന്നെ വേണം. അവരുടെ അജണ്ട എന്താണെന്നുള്ളത് പൊതുജനം മനസ്സിലാക്കണം, കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കണം. ശ്രീ ജയചന്ദ്രൻ, ആ വിമർശനം അതല്ലേ, അതില്ലാതെ പോയാൽ നമ്മൾ തീർച്ചയായും കേരളം പോലൊരു പൊതുസമൂഹം, പൊതുമണ്ഡലം വർഗീയവാദികൾക്ക് കൂടുതൽ വിധേയപ്പെടും. അല്ല, അങ്ങനെ വന്നാൽ വിമർശിക്കാതെ മുന്നോട്ട് പോയാൽ വർഗീയവാദികൾക്ക് കേരളം കൂടുതൽ വിധേയപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടത് തന്നെയാണ്, യാതൊരു സംശയമില്ല ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ. അതെ, റൈറ്റ്.